ഇതൊക്കെ ക്ഷമയുള്ള മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ്. ഇവരടുത്ത് വലിയ സ്റ്റിക്കൊക്കെ ഉണ്ട്. ഈ സ്റ്റിക്ക് ഇപ്പൊ ഇത്ര കാലം മീന് പിടിക്കാൻ വന്നിട്ട് ഒരു മീനും കിട്ടിയിട്ടില്ല കേട്ടോ. അതാണ് ചരിത്രം. അപ്പൊ ഇന്ന് ഞങ്ങളും കൂടി വന്ന കാരണം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. നല്ല കാറ്റാ. വെറുതെ പെരെ കുത്തിരിക്കുമ്പോ ഓരോ കുന്തളിപ്പാണ്ട് വരും കേട്ടോ. അപ്പൊ ഇന്നത്തെ കുന്തളിപ്പ് മീൻ പിടിക്കാൻ പോക്കാം. അത് കണ്ടത്തിലും പാടത്തിലും ഒന്നല്ല കേട്ടോ, നമ്മളെ പോയേല്, നമ്മുടെ ഭാരത പോയേൽ തന്നെ. ആദ്യം ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതുവരെ മീൻ പിടിച്ചിട്ടും രണ്ട് പൊരിക്കല്ലാത്ത വേറൊരു കുന്തും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ ഇവനാണ് നമ്മളെ ഗുരു. ഇവന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവന്റെ അടുത്ത് നല്ല തോട്ടി മരത്തെ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ അയിമ എനിക്ക് ഒരു മീനും കിട്ടിയിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗുരു ശിഷ്യന്മാരൊക്കെ കണക്കാണെങ്കിലും പട്ടിഷോക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആളെണ്ണം ചൂണ്ടലൊക്കെ ആയിട്ട് ചെന്നിട്ട് ഞമ്മക്ക് ആദ്യം ഒരു നീരാളിയാണ് കേട്ടോ കുടുങ്ങിയത്. അപ്പൊ നമ്മളെ നീരാളി നിങ്ങൾക്കൊക്കെ കണ്ടു പരിചയം ഉണ്ടാവും. ചൂണ്ടൽ ഇവിടെ പൊന്തി കിടക്കുന്നത് എങ്ങനെ മീൻ കിട്ടാം. ഇനി അടുത്തതായി ഞാൻ ചെയ്ത ബുദ്ധിപരമായ നീക്കാട്ടത് അവിടെ മീൻ വരുമ്പോ നമുക്ക് വലിച്ചുണ്ടാകുമ്പോ പോയിട്ട് A few moments later. ഇനിയിപ്പോ പോയല്ല കണ്ടത്തിലായാലും പാടത്തിലായാലും ഇത് നമുക്ക് പറ്റുന്ന പണിയല്ലാന്ന് കണ്ടപ്പോഴേ നമ്മൾ കൊണ്ടുപോയ മൈദമാവൊക്കെ ആയിട്ട് ഞാൻ ക്ലേ ആക്കിയിട്ട് കുറച്ചേരം അവിടെ നിന്ന് കളിച്ചിട്ടോ. എന്ത് ചെയ്യാനാ നോക്കി. ഇവര് ആ തലോട്ടിട്ട് ഇത്തല വരെ വരിവരിക്ക് ചൂണ്ടലിട്ടിട്ടും ആർക്കും ഒരു കുന്തും കിട്ടിയില്ലട്ടാ. അപ്പൊ നമ്മൾ അവിടുന്ന് പോയേ.